കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഞാൻ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ, എന്നോട് വെറുപ്പാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ഒരു നിമിഷം പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. വെറുപ്പില്ലെങ്കിൽ ആ കൈകൾ എന്റെ നെറുകയിലൊന്ന് വയ്ക്കണം. ആ അനുഗ്രഹം മാത്രം മതി എനിക്ക്. എന്റെ കുട്ടി, ഞാൻ വന്നത് അവിവേകമായെങ്കിൽ മാപ്പാക്കണം. അടുത്ത മാസം എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇക്കാലം അത്രയും കാണാതിരുന്ന അച്ഛനെ കാണണമെന്നും ആശീർവാദം വാങ്ങണമെന്നും എനിക്ക് ആഗ്രഹം തോന്നി. അമ്മ ആദ്യമൊക്കെ എതിർത്തു. എന്നാൽ അച്ഛന് ദക്ഷിണ തന്ന് അനുഗ്രഹം വാങ്ങാതെയുള്ളൊരു താലി ചാർത്തലിന് ഐശ്വര്യം ഉണ്ടാവില്ലെന്ന് ഞാൻ ശാഠ്യം പിടിച്ചു. ഒടുവിൽ അച്ഛൻ അങ്ങോട്ട് വരില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തിരുവനന്തപുരത്തേക്ക് വരാൻ ഇറങ്ങായിരുന്നു ഞാൻ. ഫോൺ ചെയ്തപ്പോഴും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ദേവിക പറഞ്ഞുള്ളൂ. ഈ വലിയ രഹസ്യം ഇത്രയും നാൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു. സ്വപ്നത്തിൽ പോലും ഞാൻ അറിഞ്ഞില്ല ഇങ്ങനൊരു മോളുള്ള കാര്യം. ഗംഗയും ഞാനുമായി ഇത്രമാത്രം രൂപസാദൃശ്യമുള്ളത് അത്ഭുതമായിട്ടാ തോന്നുന്നത്. എനിക്ക് പോലും കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ എനിക്ക് ഗംഗയോട് അസൂയ തോന്നുക. എന്നും അച്ഛന്റെ സാമീപ്യം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ലേ. തീരെ കുട്ടിയായിരിക്കുമ്പോ ഫോട്ടോ കാട്ടിത്തന്ന് അമ്മ പറയുമായിരുന്നു, ഇതാണ് അച്ഛനെന്ന്. അങ്ങനെ ഈ മുഖം മനസ്സിലുറച്ചു. പിന്നീട് സ്കൂളിൽ ചേർന്നപ്പോഴാ വിഷമായത്. പല കൂട്ടുകാരെയും കൊണ്ടുപോകാനും കൊണ്ടുവിടാനും അവരുടെ അച്ഛന്മാർ വരും. എനിക്ക് മാത്രം എന്നും വരാൻ അമ്മ മാത്രം. കുറെ കൂടി മുതിർന്നപ്പോ അതൊരു ശീലമായി. അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ ഉപേക്ഷിച്ചു പോയെന്നോ മരിച്ചു പോയെന്നോ മാത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മയുടെ മുമ്പിൽ ധൈര്യം കാണിച്ച പുറപ്പെട്ടതെങ്കിലും ഇവിടെ എത്തിയപ്പോ നല്ല ഭയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് നിശ്ചയമില്ലല്ലോ. ആരൊക്കെ ഉണ്ടാവുമെന്നും അറിയില്ല. കണ്ടാൽ എന്നെ പോലെ തന്നെ ഒരാൾ ഇവിടെ ഉണ്ടെന്നും അറിയില്ല. ഈ സമയത്ത് ഗംഗ ഇവിടെ ഇല്ലാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഊഹിക്കാൻ പോലും വയ്യ.
അവരമ്പലത്തിൽ നിന്ന് എത്താറായെങ്കിൽ ഞാൻ പോയേക്കാം. വരട്ടെ, ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. സത്യത്തിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ മറ്റൊരാളായി മാറിയതുപോലെ. കാഴ്ചയിൽ മോള് ഗംഗയെ പോലെ അല്ലായിരുന്നെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ വിശ്വസിക്കില്ലായിരുന്നു. എങ്കിൽ എന്നെ ആട്ടിയിറക്കുമായിരുന്നു. മോളെ, അച്ഛൻ തള്ളി പറഞ്ഞാലും മനസ്സുകൊണ്ടുള്ള അനുഗ്രഹം വാങ്ങുമായിരുന്നു ഞാൻ. അമ്മയുടെ മാത്ര ശിക്ഷണത്തിൽ തനിച്ചു വളർന്ന പെൺകുട്ടിയല്ല ഞാൻ. പ്രതിസന്ധികളെ നേരിടാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചുറ്റുപാടുകൾ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയില്ല. എന്നാലും അറിയാം മോളെ, അവിവാഹിതയായ ഒരു അമ്മയുടെ പ്രശ്നങ്ങൾ ഊഹിക്കാം എനിക്ക്. അതും പ്രബുദ്ധത നടിക്കുന്ന അബദ്ധ മലയാളികളുള്ള ഈ സമൂഹത്തിൽ. തെറ്റുകാരൻ ഞാനാ. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശാരദയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് പിന്നെ ദേവികയ്ക്ക് മുഖം കൊടുത്തില്ല. ഒരുതരം ഒളിച്ചോട്ടമായിരുന്നു. അതിന്റെ ശിക്ഷ അനുഭവിച്ചത് ദേവികയും പിന്നെ എന്റെ മോളായ നീ. പൊറുക്കാനാവാത്ത അപരാധമാണ് ഞാൻ ചെയ്തത്. എന്നിട്ടും എന്റെ കുടുംബം തകരരുതെന്ന് ദേവിക വിചാരിച്ചു. അതിനുവേണ്ടിയെല്ലാം സഹിച്ചു. എന്റെ കുട്ടി അച്ഛനില്ലാതെ വളർന്നു. അച്ഛ, അരുത്, കരയരുത്. എനിക്ക് ഈ കണ്ണുനീര് കാണാനല്ല ഞാൻ വന്നത് അച്ഛ. ശാരദേച്ചിയേ, അമ്പലത്തിൽ പോയോ? അമ്മയും മോളും കൂടി പോയിട്ട് ഗംഗ എന്താ നേരത്തെ തിരിച്ചു പോന്നത്? ഗംഗ തിരിച്ചു വന്നെന്നോ? ഗംഗ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്ക് പോയിട്ട് കുറച്ചു നേരമായി അമ്മ പറഞ്ഞു. അല്ല മോളെ, അവള് തൊഴുതിറങ്ങിയിട്ട് ഒരു കൂട്ടുകാരിയെ കാണാനായിട്ട് പോയിരിക്കുക. അതെന്നോടും പറഞ്ഞിരുന്നു. എന്ന കൂട്ടുകാരിയെ കണ്ടിട്ട് റിക്ഷയിലിങ്ങി പോന്നതായിരിക്കും. അതിന് സമയമായില്ല. രുക്മിണി മറ്റാരെയെങ്കിലും ആയിരിക്കും കണ്ടത്. അല്ല ശാരദേച്ചി, എനിക്കെന്താ ഗംഗയെ കണ്ട തിരിച്ചറിയില്ലേ? അത് മോള് തന്നെ ആയിരുന്നു. വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. ഇനി മോളോട് ഇരിക്കുന്ന അത്ര പന്തിയല്ല. ശാരദയും ഗംഗയും അമ്പലത്തിന് വരാനുള്ള സമയമായി. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. കണ്ട് മതിയായില്ല. സാരമില്ല, ഞാൻ ഉടനെ വരുന്നുണ്ട് വീട്ടിലേക്ക്. എന്നാ ഞാൻ പോട്ടെ അച്ഛാ. തനിച്ചു പോകണ്ട. ഇനിയിപ്പോൾ ഉടനെ ട്രെയിൻ ഉണ്ടാവില്ല. ബസ് പോകാം. ഞാനും വരാം സ്റ്റാൻഡ് വരെ. വാ. ശാരദ, ഈശ്വര, എന്തൊരു നിവൃത്തി. എന്ത് ചെയ്യും അച്ഛാ? വല്ലാത്ത പരീക്ഷണമായി പോയല്ലോ. ഇനിയിപ്പോ പുറത്തിറങ്ങാൻ സമയമില്ല. ശാരദ കാണും. തൽക്കാലം വാ. പ്രശ്നമാവോ അച്ഛാ? ശബ്ദം ഉണ്ടാക്കാതെ മോളോട് ഇരുന്നാ മതി. ഒന്ന് ചുമക്കി പോലും ചെയ്യല്ലേ. അങ്ങോട്ടിരുന്നു, അങ്ങോട്ടിരുന്നു. മാഷേ, വാതില് തുറന്നിട്ടിട്ട് ഇത് എവിടെ പോയി? വന്നോ? തിരുവനന്തപുരത്ത് പോകണോന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇറങ്ങാത്ത എന്താ? ഞാന് നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചു. ഗംഗ ഇങ്ങോട്ട് വന്നോ? ഗംഗയോ? അവളൊരു ഓട്ടോയിൽ ഇങ്ങോട്ട് വന്ന് കേറിയെന്ന് രുക്മിണി പറഞ്ഞു. തന്റെ കൂടെയല്ലേ ഗംഗ അമ്പലത്തിലേക്ക് വന്ന്? ഇങ്ങോട്ട് തിരിച്ചെത്തിയില്ല. പിന്നെ ഏത് പെങ്കച്ച ഇവിടെ വന്നത്? അത് അതിപ്പോഴാ ഓർത്ത്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സോപ്പ് പൊടിയും ലോഷനും ഒക്കെ, അതിന്റെ സെയിൽസിനായിട്ടൊരു കുട്ടി വന്നിരുന്നു. അത് ശരിയാ, നമ്മുടെ ഗംഗയുടെ പ്രായം കാണും. അതിനെയായിരിക്കും രുക്മിണി കണ്ടത്. അങ്ങനെ വരട്ടെ.
വെയിലിൽ എന്തൊരു ചൂടാ, മനുഷ്യൻ വിയർത്തുരുക. ശാരദേ, നീ ഇതെങ്ങോട്ടാ പോന്നെ? എന്താ? നടന്ന് ക്ഷീണിച്ചു വന്നതല്ലേ, കുറച്ച് നേരം ഇരിക്കേ. ഈ വളയങ്ങ് ഊരി വെച്ചേക്കാം, അല്ലെങ്കിൽ മറന്നു പോകും. രക്ഷപ്പെട്ടു. എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. ഇന്നലെ ഇവിടെ എന്തൊക്കെയായിരുന്നു? അതിരാവിലെ തിരുവനന്തപുരത്ത് പോകണം, പെൻഷൻ ഓഫീസിൽ പോകണം, എന്തൊക്കെയായിരുന്നു. എന്നിട്ടതാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. നീ വേഷമൊക്കെ ഒന്ന് മാറ്റ്, ആകെ വേർതിരികയല്ലേ. ചെല്ല് ചെല്ല് ശാരദ. സ്റ്റാൻഡിലേക്ക് പൊക്കോ, ഞാൻ അവിടെ എത്തിക്കോളാം. സമയമില്ല, പെട്ടെന്ന് പോ. ഞാനങ്ങ് എത്തിക്കോളാം. ഗിരി, താൻ എവിടെയാ? ഞാൻ ടൗണിലുണ്ട്, ബസ് സ്റ്റാൻഡിനടുത്ത്. അവിടെ തന്നെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഗംഗേ, ഞാൻ നേരത്തെ എത്തി, അപ്പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. നീ എന്താ ഇങ്ങനെ വിളറിയ മട്ടി നിൽക്കുന്നേ? ഒന്നുമില്ല. കണ്ടിട്ട് 2-3 ദിവസമായില്ല, പക്ഷെ ഒരുപാട് കാലം ആയതുപോലെ. ഇത് കടുത്ത പ്രേമം തന്നെ. നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? പേരെന്താന്ന് എങ്ങനെയൊന്നും അറിയോ? ഗംഗ, നീ എന്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ടാണോ ഈ തണുപ്പ മട്ട്? ഫോൺ ചെയ്തപ്പോ ഗിരിയെ കാണണം, സംഗതി സീരിയസ് ആണ്, ഗിരിയെ ഇപ്പൊ തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഗിരി അതാണ് പേര്? ഗംഗ. ഗിരി, സംസാരിക്കാം. ആദ്യം ഞാൻ ഗിരിയെ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. എന്ത് വിഷയമായിരിക്കും ഗംഗയ്ക്ക് ഇയാളോട് ചർച്ച ചെയ്യാനുള്ളത്? നീ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഗംഗ, എനിക്ക് ഉറപ്പുണ്ട്. അയ്യോ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പോട്ടെ, പിന്നെ കാണാം. അമ്മയുടെ അടുത്തുനിന്ന് പോരെ ശരിക്കും വിഷമിച്ചു. ഏത് കൂട്ടുകാരി എവിടെ വെച്ച കാണുന്നത്, എന്തിനാ കാണുന്നത് എന്ന് വേണ്ട എന്തൊക്കെ അമ്മയ്ക്ക് അറിയണം. ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ചെറിയൊരു സംശയം ഉണ്ടോന്നോ? അല്ല, എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? ഗിരി, എന്ത് പറ്റിയെന്ന്? നിന്നെ പോലെ മറ്റൊരാൾ. എന്താ? അതെ, ഒരു വ്യത്യാസവും ഇല്ല. എന്തൊക്കെയാ പറയുന്നേ? ആരുടെ കാര്യമാ? ഗംഗയ്ക്ക് ട്വിൻ സിസ്റ്റർ ഉണ്ടോ? ഇല്ല, എനിക്കൊരു ചേച്ചി ഉള്ളത് ഗിരിക്ക് അറിയില്ലേ?
വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ആരെ കണ്ടെന്നാ? ആ കുട്ടി നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഗിരിക്ക് എന്താ? അച്ഛൻ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും. മറ്റാരെയോ ഗിരി കണ്ടത്. അല്ല, ഐ എം ഷുവർ. പിന്നെ എന്നെ പോലെ ഒരാളും അച്ഛനെ പോലെ മറ്റൊരാളും. ഇതെന്താ സിനിമയോ? എല്ലാവരുടെയും ഡൂപ്പിനെ കാണാൻ. ദേ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഓടി വന്നത് ഇങ്ങനെ അതും ഇത് സംസാരിക്കാനല്ല. ഗിരി വന്നേ, എനിക്ക് പറയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഗിരി! ഗിരി എന്തു പറയുന്നു? നീ പറഞ്ഞ് ഭയപ്പെടുത്തിയത് പോലെയുള്ള ഒരു ഭീകരതയും ഞാൻ അതിൽ കാണുന്നില്ല. തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ് വീട്ടുകാർ ചെയ്തത്. കല്യാണ പ്രായമായ പെൺകുട്ടികളുള്ള വീടുകളിൽ സാധാരണ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പെണ്ണ് കാണൽ. അതുകൊണ്ട് നന്ദഗോപൻ വന്ന് തന്നെ കണ്ടിട്ട് പോട്ടെ. ഗിരി എന്താ ഈ പറയുന്നേ? ഇതിനു മുമ്പ് തനിക്ക് പ്രപ്പോസൽസ് വന്നിട്ടില്ലേ? പെണ്ണ് കാണൽ നടന്നിട്ടില്ലേ? എന്നിട്ട് ആ കല്യാണങ്ങളൊക്കെ ഓക്കെ ആയോ? ഇത് അതുപോലെ അല്ല. നന്ദഗോപന്റെ കാര്യത്തിൽ അത്യുത്സാഹത്തിലാണ് അച്ഛനും അമ്മയും. പോരാത്തതിന് വാര്യരങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും ഉണ്ട്. വാര്യരോ വാരസ്യാരോ ആര് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോട്ടെ. അവർ ഈ കല്യാണം ഉറപ്പിച്ചു തന്നെ ഇരിക്കട്ടെ. താൻ സമ്മതിക്കും? ഇല്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഗംഗ നന്ദഗോപന്റെ ഭാര്യയാവാൻ തയ്യാറാവോ? ഒരിക്കലുമില്ല. പിന്നെന്താ പ്രശ്നം? നമുക്കൊരു തീരുമാനമുണ്ട്, ഒരു ഉറച്ച ഡിസിഷൻ. ആ നിലയ്ക്ക് നമുക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല. ഗംഗ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം ഗംഗ വീട്ടിൽ പെരുമാറാൻ. മനസ്സിലായോ? ഡോ, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നൊന്നും താൻ വിചാരിക്കണ്ട. തിരുവനന്തപുരത്തുള്ള സോളമനില്ലേ, അവനോട് എത്രയും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ട് സോളമന്. നാളെ തന്നെ അവനൊന്ന് കാണാൻ പോകുന്നുണ്ട്. ജോലി ഉടനെ എങ്ങാനും ശരിയാവോ ഗിരി? ശരിയാക്കണം. ഇപ്പോഴത് ആവശ്യമല്ല, അത്യാവശ്യമായിരിക്കല്ലേ. ആ, എന്നിട്ട് വേണം നിന്നെയും കൊണ്ട് സ്ഥലം വിടാൻ. സ്വന്തമായി ഒരു നിലനിൽപ്പുണ്ടായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ഒന്നാ. നീ പേടിക്കണ്ട. നീ കരുതുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കെ. നിന്നെ ഞാൻ ഒരു നന്ദഗോപനും വിട്ടുകൊടുക്കില്ല. എനിക്ക് കാപ്പി വാങ്ങി തന്നതല്ലാതെ അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ. എന്നാ ഞാൻ പോയിക്കോട്ടെ അച്ഛാ. അമ്മ ഇപ്പൊ വഴിക്കണ്ണുമായി വീടിന്റെ മുമ്പിൽ നിൽപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വന്നതും എന്നെ കണ്ടതും മോള് വിളിച്ചു പറഞ്ഞല്ലേ? ജസ്റ്റ് ഞാൻ വിവരമൊന്നും അറിയിച്ചതേ ഉള്ളൂ. അതൊന്നും പോരാ. വിസ്തരിച്ചൊന്നും അറിയാതെ അമ്മയ്ക്ക് ഇരിപ്പ് ഉറക്കില്ല. വൈകാതെ ഞാൻ വരാം. ദേവികയെ കാണണമെന്ന് എനിക്കും ഉണ്ടാഗ്രഹം. പക്ഷേ നിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റുമോന്ന് സംശയം മോളെ. അന്നാണ് നന്ദഗോപൻ ഗംഗയെ കാണാൻ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ദിവസം നോക്കി പെണ്ണുകാണൽ നടത്താമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇനിയിപ്പോ മാറ്റി പറയുന്നത് എങ്ങനെയാ? മാറ്റണ്ട. നേരത്തെ തീരുമാനിച്ചതല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കൂടിക്കാഴ്ച തന്നെ ഒരുപാട് സന്തോഷമായി. കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം ഞാൻ വരാം. സത്യത്തിൽ അച്ഛൻ എന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. വെറുപ്പോടെയാണ് കണ്ടിരുന്നതെങ്കിൽ. ഞാൻ നിന്നെ വെറുക്കാനോ? ഒന്നോർത്താ, മോളല്ലേ എന്നെ വെറുക്കേണ്ടത്. നിന്റെ അമ്മയ്ക്ക് ദുരിതം സമ്മാനിച്ച് രക്ഷപ്പെട്ടു പോയതല്ലേ ഞാൻ. മനഃപൂർവ്വം അല്ലല്ലോ അത്. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടി അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടം ആ മനസ്സിൽ അച്ഛനോട്. അച്ഛന്റെ ചിത്രം എന്റെ മനസ്സിൽ പതിഞ്ഞത് അമ്മയുടെ വാക്കുകളിലൂടെ. അമ്മ ഒരു വിഗ്രഹം പോലെയാണ് അച്ഛനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു തരത്തിലാണ് അമ്മ പറഞ്ഞു തന്നിരുന്നതെങ്കിൽ എന്റെ നിലപാട് മറ്റൊന്നാകുമായിരുന്നു. അമ്മ ചതിച്ചിട്ട് പോയ ദുഷ്ടൻ എന്ന പ്രതിച്ഛായ എന്റെ മനസ്സിൽ പതിയുമായിരുന്നു. ദേവികയുടെ ആ വലിയ മനസ്സിനെ മാനിക്കുകയാണ് ഞാൻ.